കാൽവിൻ പെർഫ്യൂംസിൻ്റെ 63ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പെർഫ്യൂമറെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പെർഫ്യൂമാണ് പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റാട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളെ തന്നെയാണ്, അറിയാവുന്ന പെർഫ്യൂമും തന്നെയാണ്. ജസ്റ്റ് ഒരു ഓർമ്മയിലേക്ക് ഒന്നും കൂടി കൊണ്ടുവരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അഹമ്മദ് അൽ മഗ്രിബി ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പെർഫ്യൂം ബ്രാൻഡ്. പെർഫ്യൂമറുടെ പേര് കഫീൽ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആക്ച്വലി ഒരു ഇന്ത്യക്കാരനാണ്. അത് പലർക്കും അറിയില്ല കേട്ടോ. മുംബൈയിൽ ജനിച്ചു വളർന്ന കഫീൽ അഹമ്മദ് അദ്ദേഹം ദുബായിലേക്ക് UAE മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ അദ്ദേഹം ചെന്നിട്ട് ദുബായിലൊരു പെർഫ്യൂം ഷോപ്പിൽ പെർഫ്യൂം എടുത്തു കൊടുക്കുന്ന ഒരു ജോലിയിലേക്ക് കയറുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പെർഫ്യൂമിന്റെ എന്താ പറയണ പാഷൻ, ഞാൻ മലയാളത്തിൽ ഭ്രാന്ത് എന്ന് പറയും, എനിക്ക് ആ ഒരു ഭ്രാന്തമുള്ളത്, പെർഫ്യൂമിന്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നിന്ന് അദ്ദേഹം പല പല കോമ്പിനേഷൻസ് ആ ഷോപ്പിൽ നിന്നുകൊണ്ട് ഓൺ ക്രിയേഷൻസ് കുറെ കഴിഞ്ഞിട്ട് ആരംഭിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഒരു ചെറിയ പെർഫ്യൂം അത്തറിന്റെ ചെറിയൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നൊരു ബ്രാൻഡാണ് അൽ മഗ്രിബി എന്ന് പറയുന്നത് ബ്രാൻഡ്. ഇന്ന് എനിക്ക് തോന്നുന്നത് 10, 100, 200 പെർഫ്യൂംസോളം അദ്ദേഹത്തിനുണ്ട്. ഊദ് ആൻഡ് റോസസ്, മെർജ്, തായ്ബ, ബ്ലൂ ഇതിങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ പെർഫ്യൂമുകളുടെ. എനിക്ക് ഷോപ്പിലും ഭയങ്കര എൻക്വയറീസാണ്. എങ്ങനെ വന്നാലും ഡെയിലി ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാതിരിക്കില്ല. അതുപോലത്തെ ഒരു ബ്രാൻഡാണ്. പക്ഷെ പെർഫ്യൂംസ് എല്ലാം നല്ലതുമാണ് കേട്ടോ. പൊതുവെ എനിക്ക് അറബിക് പെർഫ്യൂംസ്, എനിക്ക് പേഴ്സണൽ കാര്യം കേട്ടോ, അത് മറ്റുള്ളവരുടെ കാര്യമല്ല, മീൻസ് എൻ്റെ പേഴ്സണലാണ്. എനിക്ക് അറബിക് പെർഫ്യൂംസിനോട് പൊതുവെ ഇഷ്ടക്കുറവാണ്. എനിക്ക് അതിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളും എനിക്കിഷ്ടമല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പെർഫ്യൂംസ് എല്ലാം നല്ലൊരു മാസ്റ്റർ ക്ലാസ് ബ്ലെൻഡാണ്, രസമാണ് അതിൻ്റെ അകത്ത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അദ്ദേഹം 2000-ൽ ഇറക്കിയ ഊദ് ആൻഡ് റോസസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഊതും റോസും ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ പെർഫ്യൂമിൽ ഇതിലും ബെറ്റർ ഒരു കോമ്പിനേഷൻ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. ഈ കോമ്പിനേഷൻ വെച്ച് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞുതരാം. മൈസൺ ഫ്രാൻസിസിന്റെ ഊദ് സാറ്റിൻ മൂഡ്, ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ ജോർജിയ അർമാനിയുടെ ഒരു പ്രൈവ് സീരീസിൽ വരുന്ന റോസ് ദി അറബി, മറ്റേ ലേഡീസിന്റെ ലാംകോമിൽ ഊദ് ബോക്കെ, ഇതൊക്കെ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. പല പല ആ കോമ്പിനേഷനിൽ വരുന്ന സ്മെല്ലിന്റെ ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. ആ ഊതും റോസും ആക്ച്വലി മിഡിൽ ഈസ്റ്റുകാർക്ക് ഒരു ഭയങ്കര ഒരു കൾച്ചർ ഉണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ജസ്റ്റ് ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് ഊത് കത്തിച്ചിട്ട് അതിലേക്ക് പനിനീര് തളിക്കും. ആ ഊത് കത്തിച്ചതിന്റെ കൂട്ടത്തിൽ പനിനീര് പറഞ്ഞാൽ റോസിന്റെ വാട്ടർ, അതിൽ വരുന്നൊരു സ്മെല്ല് മൊത്തം അത് അവരുടെ ഒരു ഹെറിറ്റേജ് ആണത്. ആ ഒരു ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഊദ് ആൻഡ് റോസസ് സ്റ്റാർട്ട് ചെയ്തത്, ഈ പെർഫ്യൂം ഉണ്ടാക്കിയത്. എന്ത് രസമെന്ന് അറിയാമോ അതിന്റെ ബ്ലെൻഡ്. നമുക്ക് അതിന്റെ നോട്ട്സിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത്, ഇത് ശരിക്ക് ടർക്കിഷ് റോസ് ആണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ റോസ് അല്ല, ടർക്കിഷ് റോസ് ആണ്. ആദ്യമേ തന്നെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു സ്മെൽ എന്ന് പറയുന്നത് ടർക്കിഷ് റോസിന്റെ തന്നെ ഒരു സ്മെല്ലാണ്. ആ ടോപ്പ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു ലാവൻഡറും ലെമണും റോസും കൂടി ചേർന്ന് വരുന്ന ഒരു ബ്ലെൻഡാണ് ആദ്യമേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതൊരു മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും സാൻഡൽവുഡ് കയറി വരും, വൈറ്റ് ഫ്ലോറിൽ കയറി വരും. അങ്ങനെയുള്ള കുറച്ചൊരു ബ്ലെൻഡിലേക്കാണ് അത് മാറുന്നത്. പിന്നെയാണ് നമ്മുടെ ഊതും ആംബറും ഓക്മോസും എല്ലാം കൂടി കയറി വരുന്ന ഒരു സ്മെല്ലിലേക്ക് വരുന്നത്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു മാസ്റ്റർ ക്ലാസ് ബ്ലെൻഡ്, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. അത്ര അടിപൊളി പെർഫ്യൂമാണ് ഊദ് ആൻഡ് റോസസ് എന്ന് പറയുന്ന പെർഫ്യൂം. എല്ലാവർക്കും ഉപയോഗിക്കാം. യൂണിസെക്സ് പെർഫ്യൂമാണ്, മെയില് ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല. നല്ല ലാസ്റ്റിംഗ് ആണ്, ഹെവി ലാസ്റ്റിംഗ് ആണ്, നല്ല ലാസ്റ്റിംഗ്. പിന്നെ ഓഫീസ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് പാർട്ടി വെയർ പോകുമ്പോഴത്തേക്കും പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. എല്ലാവർക്കും കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് ഊദ് ആൻഡ് റോസസ്. ഈ പെർഫ്യൂം ഞങ്ങൾ ഷോപ്പിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മീൻസ് ഇൻസ്പയർഡ് വേർഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ പെർഫ്യൂംസ് പരിചയപ്പെടുത്തുന്നവരെല്ലാം